ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞ് കുറേ കേട്ടിട്ടില്ലേ? ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വെൽനസ്, ലോഞ്ചിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി, അതായത് ഒരു ചിലവും ഇല്ലാതെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു അറ്റൈൻ ലോഞ്ചിവിറ്റി, അതായത് ലോഞ്ചിവിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ചിലവും ഇല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞുതരാം. നല്ല ഡെപ്തായിട്ടുള്ള ഉറക്കം, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 9 മണിക്ക് ഉറങ്ങുക, അല്ലെങ്കിൽ 10 o'clock ഉറങ്ങുകയാണ്, ഒരു 6 to 8 hours ഓഫ് ഗുഡ് സ്ലീപ്പ് അറ്റൈൻ ചെയ്യുവാണെങ്കിൽ ലോഞ്ചിവിറ്റീൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ അറ്റൈൻ ചെയ്യും. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡി രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് ടോക്സിൻസ് എക്സ്പോഷേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ്സ് നമുക്ക് പാർട്ട് ഓഫ് അവർ ലൈഫ്, പൊല്യൂഷൻസ്, നമ്മൾ കഴിക്കുന്ന ഡിഫറെൻറ്റ് ഫുഡ് ചിലപ്പം ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആയിരിക്കാം, നീർക്കെട്ടുണ്ടാക്കുന്ന ഫുഡ്സ് ആയിരിക്കാം. ഇതൊക്കെ നമ്മളെ ബോഡി ഒരുപാട് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അറ്റാക്കിനെ എങ്ങനെ റിസ്റ്റോർ ചെയ്യും, അതിൽ എങ്ങനെ റിപ്പയർ ചെയ്യും? ഈ റിപ്പയർ ചെയ്യാനുള്ള സമയമാണ് രാത്രി, നമ്മൾ ഉറങ്ങുന്ന സമയം. അതായത് നമ്മുടെ കാറ് ഗരാജിൽ കൊണ്ടിടുന്ന് സർവീസിന് വെക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം. ഓക്കെ, ആൻഡ് നമ്മളെ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സെൽഫ് ഹീലിംഗ് പവർ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ സമയം മാത്രം അതിന് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം. നമ്മൾ നന്നായി ഉറങ്ങുന്ന സമയത്ത് നമ്മളെ സെൽസൊക്കെ ഒന്ന് സെല്ലുലർ റിപ്പയർ സംഭവിക്കും. മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് നമ്മളെ എനർജി ഹബ്ബാണ്. ആ എനർജി ബാറ്ററി ചാർജ് ആവുന്ന പോലെ മൈറ്റോകോൺട്രിയൊക്കെ ചാർജായി സെല്ലുലർ റിപ്പയർ സംഭവിച്ച് നമ്മളെ ബോഡി നെക്സ്റ്റ് ഡേക്ക് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഗുഡ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി ഭയങ്കര നല്ലതായിരിക്കാം, മെറ്റബോളിസം നന്നാവും. അതേപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ എന്ത് കുറേ സപ്ലിമെൻറ്റ്സ് എടുത്ത്, അല്ലെങ്കിൽ ന്യൂട്രിയൻ ഫുഡൊക്കെ കഴിച്ചു, എക്സസൈസൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ടും ഇഫ് യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ദിസ് ഇസ് ഫോർ ടുഡേ.